ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രാവശ്യം നമ്മൾ CSS ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. CSSൽ ലാസ്റ്റ് പറഞ്ഞത് എങ്ങനെ CSSനെ ഒരു HTML വെബ് പേജിലേക്ക് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇൻസർട്ട് ചെയ്യാം. അതിന് 3 മെത്തേഡുകൾ പഠിച്ചു. അത് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകും. 3 മെത്തേഡുകൾ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എക്സ്റ്റേണൽ, ഇന്റേണൽ ആൻഡ് ഇൻലൈൻ. മൂന്നിൻ്റെയും ഒരു ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് മൂന്നും ഡിഫറെൻ്റ് ആവുന്നത്. ആ രീതിയിൽ പഠിച്ചാൽ കുറച്ചുകൂടെ കാര്യമായിട്ട് മനസ്സിലാവും. അതിൽ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് ഇൻലൈൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു വെബ് പേജിനകത്തുള്ള ഒരു എലമെൻറ്റിന് മാത്രം സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻലൈൻ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എലമെൻറ്റിൻ്റെ ഓപ്പണിംഗ് ടാഗിനകത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വെച്ചിട്ട് സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ CSS പ്രോപ്പർട്ടി കോളൻ വാല്യൂ, ഫോർ എക്സാമ്പിൾ ബാക്ക്ഗ്രൗണ്ട് ഐക്കൺ കളർ കോളൻ റെഡ്, ആ രീതിയിൽ ഒരു സെമി കോളൻ ഇടുക. അടുത്ത CSS പ്രോപ്പർട്ടി നെയിം കോളൻ വാല്യൂ അങ്ങനെ കൊടുത്ത് കോഡ്സിനകത്ത് കൊടുക്കുന്നതാണ് ഇൻലൈൻ. അത് ആ ഒരു എലമെൻറ്റിന് മാത്രം ആപ്ലിക്കബിൾ ആവും. അപ്പോൾ അത് പാരഗ്രാഫിനാണ് അപ്ലൈ ചെയ്തതെങ്കിൽ അടുത്ത പാരഗ്രാഫിന് അത് ആപ്ലിക്കബിൾ ആവില്ല. അടുത്ത പാരഗ്രാഫിന് വേണമെങ്കിൽ വീണ്ടും അതിൻ്റെ അകത്ത് ഇൻലൈൻ കൊടുക്കണം. അപ്പോൾ ഒരു വെബ് പേജിനകത്ത് ഒരു എലമെൻറ്റിന് മാത്രം ആപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലും സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻലൈൻ CSS എന്ന് പറയുക. അതവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞത് ആട്രിബ്യൂട്ടായിട്ട് ഓരോ എലമെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ടാഗിൽ യൂസ് ചെയ്യും. അടുത്തത് ഇൻറ്റേർണൽ CSS ആണ്. ഇത് കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടുള്ള വ്യൂ ആണ് ഇതിന്. അതായത് ഒരു വെബ് പേജിനകത്തുള്ള ഒന്നിലധികം എലമെൻസിനോ അല്ലെങ്കിൽ മുഴുവൻ എലമെൻസിനോ ബാധകമാവുന്ന രീതിയിൽ സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് ഇൻറ്റേർണൽ CSS. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വെബ് പേജിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞ പോർഷൻ, ഹെഡും ബോഡിയാണുള്ള ഒരു വെബ് പേജിലുള്ളത്. ഹെഡ് എന്ന് പറഞ്ഞ പോർഷൻ്റെ അകത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു എലമെൻ്റ് ആണ്. ഇവിടെ സ്റ്റൈൽ എന്താണ്, എലമെൻ്റ് ആയിട്ടാണ്. ടാഗിനകത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് സ്റ്റൈൽ / സ്റ്റൈൽ. ഇൻലൈനിൽ പറഞ്ഞത് സ്റ്റൈൽ ഒരു ആട്രിബ്യൂട്ട് ആണെങ്കിൽ ഇവിടെ സ്റ്റൈൽ എലമെൻ്റ് ആണ്. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ CSSൻ്റെ സിൻടാക്സ് അനുസരിച്ച് ഏതൊക്കെ എലമെൻസിന് സ്റ്റൈൽ അപ്ലൈ ചെയ്യണമോ അതൊക്കെ നമ്മൾ സെലക്ടറായിട്ട് കൊടുത്ത് ഏതൊക്കെ രീതിയിൽ സെലക്ടർ കൊടുക്കാമോ ആ രീതിയിലേക്ക് കൊടുത്ത് CSSൻ്റെ ഡിക്ലറേഷൻ ഫ്ലവർ ബ്രാക്കറ്റിനകത്ത് കൊടുത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ വെബ് പേജിനകത്ത് മാത്രം ഉള്ള ഡിഫറെൻറ്റ് എലമെൻസിന് ഒന്നിലധികം എലമെൻസിന് സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യാം. അടുത്ത മെത്തേഡാണ് എക്സ്റ്റേണൽ CSS. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പുറത്തേക്ക് പോകുന്നു. അതായത് ഒരു വെബ്സൈറ്റിലുള്ള എല്ലാ വെബ് പേജുകളിലുമുള്ള ഡിഫറെൻ്റ് എലമെൻസിന് ഒരേ സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക എക്സ്റ്റേണൽ CSS ആണ്. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ CSSൻ്റെ സ്റ്റൈൽ അപ്ലൈ ചെയ്യാനുള്ള ഡിക്ലറേഷൻ, അതായത് ഹെഡിങ്ങിന് എങ്ങനെ, പാരഗ്രാഫിന് എങ്ങനെ, ടേബിൾ എങ്ങനെ, അങ്ങനെ ഓരോന്നിൻ്റെയും ഡിക്ലറേഷൻസ് നമ്മൾ സെപ്പറേറ്റ് ഒരു ഫയലിൽ സ്റ്റോർ ചെയ്യും. ആ ഫയലിൻ്റെ പേര്, ഫയൽ നെയിം എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കുക, .css എന്നുള്ള പേരിൽ അത് സേവ് ചെയ്യും. എന്നിട്ട് എവിടെയൊക്കെ സ്റ്റൈൽ ആപ്ലിക്കബിൾ ആക്കണമോ അവിടെയെല്ലാം നമ്മൾ അതിൻ്റെ ഹെഡ്, ആ HTML ഫയലിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞ സെക്ഷൻ്റെ അകത്ത് ലിങ്ക് എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ചുകൊണ്ട്, ലിങ്ക് എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ CSS ഫയലിനെ ആ പേജിലേക്ക് ലിങ്ക് ചെയ്യും. അവിടെ ലിങ്ക് എന്ന് പറഞ്ഞ ടാഗിനകത്ത് ടാഗ് ഓപ്പൺ ചെയ്തു, ലിങ്ക് എന്ന് പറഞ്ഞതിന് ശേഷം 3 ആട്രിബ്യൂട്ട്സ് നമ്മൾ പറയും. ഒന്ന് href, അതായത് ഏത് CSS ഫയലാണ് നമുക്ക് ലിങ്ക് ചെയ്യേണ്ടത് അതിൻ്റെ പേര്. ഇപ്പം mystyle.css എന്നാണെങ്കിൽ href = mystyle.css എന്ന് കൊടുക്കും. ഇനി അടുത്ത ആട്രിബ്യൂട്ട് ടൈപ്പ് ഈക്വൽ ടു, അതായത് ഈ ഫയലിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ടെക്സ്റ്റ് ബാർ CSS, ടെക്സ്റ്റ് ഫയലാണ് CSS ആണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തത് റിലേഷൻ, എന്തായിട്ടാണ് ഇത് ലിങ്ക് ചെയ്യുന്നത്, എന്തായിട്ടാണ് ഈ ഫയലിനെ ലിങ്ക് ചെയ്യുന്നത്, rel = സ്റ്റൈൽ ഷീറ്റ് എന്നുള്ള വാക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ ഏതൊക്കെ പേജിനകത്ത് നമുക്ക് ഈ CSS ഫയലിലുള്ള സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യണം അവിടെയെല്ലാം ഈ ലിങ്ക് എന്നുള്ള ഒറ്റ ടാഗ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിലെ എല്ലാ പേജിലും കൊണ്ട് ഈ ടാഗ് അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേജിലും ഒരേ സ്റ്റൈലായിരിക്കും. എല്ലാത്തിലും ഹെഡിങ് ഒരേ സ്റ്റൈല്, പാരഗ്രാഫ് ഒരേ സ്റ്റൈല്, ടേബിൾ ഒരേ സ്റ്റൈല്, മെനു ഒരേ സ്റ്റൈല്, എല്ലാം ഒരുപോലെ, ലുക്ക് ആൻഡ് ഫീൽ ഒരുപോലെ ഇരിക്കും. ഒരു വെബ്സൈറ്റിന് അത് ആവശ്യമാണ്. പല പല സ്റ്റൈൽ വരാൻ പാടില്ല. നല്ലത് എല്ലാ പേജിലും ഒരേ സ്റ്റൈൽ തന്നെ കീപ്പ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ സ്റ്റൈൽ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞത് എല്ലാ പേജിലേക്കും സ്റ്റൈൽ എന്നുള്ള ഇത് കോപ്പി ചെയ്ത് കൊണ്ടുപോകേണ്ടി വരുമായിരുന്നു. ഇവിടെ ഇതിന് പകരം
ഒരു സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു CSS ഫയൽ സെപ്പറേറ്റ് ആയിട്ട് എക്സ്റ്റേണൽ ഫയലായിട്ട് സേവ് ചെയ്തിട്ട് അതിന് ആവശ്യമുള്ള പേജിലൊക്കെ ലിങ്ക് ചെയ്ത് കൊടുക്കും അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ സ്റ്റൈൽ വരുത്തണമെങ്കിൽ ആകെ ആ ഒരു CSS ഫയലിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി, എല്ലാ പേജിലോട്ടും അത് ആ ചേഞ്ച് വന്നോളും. കാരണം അതിനെയാണ് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈ 3 മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് മൾട്ടിപ്പിൾ സ്റ്റൈൽ ഷീറ്റ് ഒരു പേജിൽ വന്നാൽ, അല്ലെങ്കിൽ ഒരു എലമെന്റിന് പല സ്റ്റൈല് പല രീതിയിൽ, ഒരെണ്ണം എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൽ ഒരു സ്റ്റൈല് പറഞ്ഞിട്ടുണ്ടാവും H1 ഓക്കെ. ഇനി ആ പേജിനകത്ത് തന്നെ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്ത് കൂടാതെ ഒരു ഇന്റേണൽ സ്റ്റൈലും പറയാം, അതിന് യാതൊരു തടസ്സമില്ല. ആ ഇന്റേണൽ സ്റ്റൈൽ പറഞ്ഞത്, സ്റ്റൈൽ എന്നുള്ള ടാഗ് ഉപയോഗിച്ചുകൊണ്ട് എലമെന്റ് ഉപയോഗിച്ച് പറഞ്ഞതിൻ്റെ അകത്ത് H1 വേറൊരു സ്റ്റൈല് പറഞ്ഞു. ഓക്കെ, അപ്പം ഇതിൽ ഏതായിരിക്കും ഡിസ്പ്ലേയിൽ വരിക അല്ലെങ്കിൽ എഫക്റ്റിൽ വരിക ഏതായിരിക്കും? അല്ലെങ്കിൽ ഇനി ഇത് കൂടാതെ മൂന്നാമതൊരു ലെവൽ കൂടി വരാം. എന്താണ്? H1 എന്നുള്ളതിൻ്റെ അകത്ത് നമുക്ക് ഇൻലൈൻ ആയിട്ട് ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാം അല്ലേ. ബോഡിയുടെ അകത്ത് വരുമ്പോൾ H1 ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലം H1 ടാഗ് കൊടുക്കുന്നിടത്ത് H1 സ്റ്റൈൽ ഈക്വൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇൻലൈനും പറയാം. അപ്പോൾ ഇതിൽ ഏതിൻ്റെ എഫക്റ്റ് ആയിരിക്കും ഡിസ്പ്ലേയിൽ വരിക എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ അതിന് ഇവിടെ എക്സാമ്പിളായിട്ട് അവർ പറയുന്നത്, assume that an external style sheet has the following style for H1 element. എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? H1 കളറ് നേവി, അതായത് നേവി ബ്ലൂ. ഇനി ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് സെയിം പേജിൽ തന്നെ ഇന്റേണൽ സ്റ്റൈൽ എന്നുള്ള ടാഗ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? H1 കളർ ഓറഞ്ച് എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്കത് എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ നോക്കാം. എക്സ്റ്റേണലിൽ പറഞ്ഞത് നേവിയാണ്, അത് നമുക്ക് കാരണം എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിന്റെ ആ mystyle.css എന്നുള്ള ഫയൽ നമുക്കിവിടെ കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇത് നോക്കുക. ഓക്കെ, ഇവിടെ ഈ ലിങ്ക് എന്നുള്ള ടാഗ് എന്തിനാണെന്ന് അറിയാമല്ലോ. എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ലിങ്ക് എന്നുള്ള ടാഗ് വരിക. അപ്പോൾ അതിൻ്റെ അകത്ത് mystyle.css ലിങ്ക് ചെയ്ത് അതിൻ്റെ അകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? H1 സ്റ്റൈലായിട്ട് എന്ത് പറഞ്ഞു? അതിൻ്റെ കളറ് നേവി ബ്ലൂ എന്നുള്ള കളർ പറഞ്ഞു. ഇനി അതേ ഫയലിൻ്റെ അകത്ത് സ്റ്റൈൽ എന്നുള്ള ടാഗ് ഉപയോഗിച്ചിട്ട് എന്ത് പറഞ്ഞു? H1 കളറ് ഓറഞ്ച് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എഫക്റ്റിൽ വന്നത് എന്താ? ഓറഞ്ചാണ്. ഇത് വന്നില്ല, ഇതിലുള്ള നേവി വന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ H1 എന്നുള്ള ലിങ്ക് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി സ്റ്റൈൽ എന്നുള്ള ടാഗ് കഴിഞ്ഞതിന് ശേഷം അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം എന്തായി അതിൻ്റെ കളറ്? ഇപ്പം അതിൻ്റെ കളറ് നേവി, അതായത് സ്റ്റൈൽ ഷീറ്റിൽ പറഞ്ഞ കളറാണ് വന്നത്. അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക നമുക്ക്? ഏതാണോ അവസാനം വരുന്നത് അതായിരിക്കും എഫക്റ്റിൽ നിൽക്കുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റൈൽ ഷീറ്റിന്റെ ഡിക്ലറേഷൻ ലിങ്ക് എന്നുള്ള ടാഗാണ് അവസാനം വരുന്നതെങ്കിൽ സ്റ്റൈൽ ഷീറ്റിൽ പറഞ്ഞ സ്റ്റൈൽ ആപ്ലിക്കബിൾ ആവും, അത് ഏത് എലമെന്റിനും. ഓക്കെ, അതല്ല ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റാണ് അവസാനം വരുന്നതെങ്കിൽ, അതായത് ഇന്റേണൽ സ്റ്റൈൽ പറയുന്നതാണ് അവസാനം വരുന്നതെങ്കിൽ അതിന്റെ സ്റ്റൈലായിരിക്കും. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. ആദ്യം ഈ ലിങ്ക് എന്നുള്ളത് മേളിലും സ്റ്റൈൽ എന്നുള്ളത് എലമെന്റ് താഴെയായിരുന്നു. അപ്പോൾ ഓറഞ്ച് കളറിലാണ് അത് വന്നത്. ഞാൻ ആ ലിങ്ക് എന്നുള്ളത് എക്സ്റ്റേണൽ ഷീറ്റിനെ ലിങ്ക് ചെയ്യുന്നത് താഴേക്ക് എടുത്തു. അപ്പോൾ കളർ എന്തായി? അതിൽ പറഞ്ഞു ഓറഞ്ച് കളറിലല്ല ഇപ്പോൾ H1 കാണിക്കുന്നത്, പകരം നേവി ബ്ലൂവിലാണ്. അതെങ്ങനെ വന്നു? ലിങ്ക് എന്നുള്ളത് രണ്ടാമത് വന്നത്. ഓക്കെ, അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അതാണ് ഏത് സ്റ്റൈല് അപ്ലൈ ചെയ്താലും. ഇവിടെ ഞാൻ H1 വേറൊരു കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. H1 എനിക്ക് ഇവിടെ ഇന്റേണലി കൊടുക്കാമല്ലോ. ഇന്റേണലി എങ്ങനെ കൊടുക്കുക? സ്റ്റൈൽ എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കുക, ഈക്വൽ, എന്നിട്ട് എന്ത് പറയണം? ഈ പറഞ്ഞ പോലെ തന്നെ എഴുതുക. കളർ COLOR കോളൻ, അതിൽ ഞാനൊരു യെല്ലോ കളർ കൊടുക്കുന്നു. യെല്ലോ. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്തായി? ഇത് ഡിസ്പ്ലേ ചെയ്തത് യെല്ലോ കളറിലാണ്. ദിസ് ഈസ് ഹെഡിങ് എന്നുള്ളത് യെല്ലോ കളറിൽ വന്നു. അപ്പോൾ ഇവിടെയുള്ള സ്റ്റൈൽ ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റിലുള്ളതും എടുത്തില്ല, എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിലുള്ളതും എടുത്തില്ല, പകരം ഏത് വന്നു? യെല്ലോ. അത് ആലോചിച്ചാൽ മതി. ഏറ്റവും അവസാനം വന്നത് ഏതാ? H1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡിങ്ങിനെ പറ്റി സംബന്ധിച്ച് ഏറ്റവും അവസാനം സ്റ്റൈലായിട്ട് പറഞ്ഞത് ഏതാണ്? അതിൻ്റെ ഇൻലൈൻ ആയിട്ട് പറഞ്ഞ സ്റ്റൈലാണ്. ഓക്കെ, അപ്പം എപ്പോഴും ഏറ്റവും പ്രിഫറൻസ് കിട്ടുക ഇൻലൈനാണ്. അതിൽ നിന്ന് അത് മനസ്സിലാക്കുക. ഏറ്റവും പ്രിഫറൻസ് കിട്ടുക ഇൻലൈനാണ്. അത് കഴിഞ്ഞാൽ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്നുള്ളത് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ അതിൽ ഏതായിരിക്കും എഫക്റ്റിൽ വരിക എന്നുള്ളത് ഏത് അവസാനം പറഞ്ഞു എന്നുള്ളതാണ്. അവസാനം ഡിക്ലെയർ ചെയ്തത് ഏതാണ്?
നമ്മൾ എഴുതി വരുമ്പോൾ ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ്, ഇന്റേണൽ ആയിട്ടുള്ള സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ടാഗാണോ അവസാനം എഴുതിയത്, അതോ ലിങ്ക് എന്നുള്ള ആ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിനെ ലിങ്ക് ചെയ്യുന്ന ആ ഒരു ടാഗാണോ അവസാനം, ഏതാണ് അവസാനം അതായിരിക്കും എഫക്റ്റിൽ വരിക. ഓക്കെ, ആദ്യം പറഞ്ഞതിനൊക്കെ അത് ഓവർ റേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. ആദ്യം പറഞ്ഞതിന് രണ്ടാമത് വന്ന ലിങ്ക് അത് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഓവർ റേറ്റ് ചെയ്തു. അതിന് എന്ത് ഓവർ റേറ്റ് ചെയ്തു? ഇൻലൈൻ സ്റ്റൈൽ ഓവർ റേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം അവിടെ സെന്റൻസ് ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ലിങ്ക് മാറ്റി നോക്കുന്ന കാര്യമാണ്. കാസ്കേഡിംഗ് ഓർഡർ എങ്ങനെയാണ്? വാട്ട് സ്റ്റൈൽ വിൽ ബി യൂസ്ഡ് വെൻ ദർ ഈസ് മോർ ദാൻ വൺ സ്റ്റൈൽ സ്പെസിഫൈഡ് ഫോർ ആൻ HTML. ഒരു HTML എലമെന്റിന് ഒന്നിലധികം സ്റ്റൈൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സ്റ്റൈൽ യൂസ് ചെയ്യും? അതിൻ്റെ ഉത്തരം ഓൾ സ്റ്റൈൽസ് ഇൻ എ പേജ് വിൽ കാസ്കേഡ് ഇൻ ടു എ ന്യൂ വിർച്വൽ സ്റ്റൈൽ ഷീറ്റ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വിർച്വൽ ആഡ് യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു സ്റ്റൈൽ ഷീറ്റ് അപ്പോൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ബൈ ദ ഫോളോയിങ് റൂൾ. എന്ത് റൂൾ അനുസരിച്ച്? വേർ നമ്പർ 1 ഹാസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി. ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് പിന്നെ ആദ്യം കാണിക്കുന്നത് ഏറ്റവും പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ വെച്ചുകൊണ്ട് പുതിയൊരു സ്റ്റൈൽ ഷീറ്റ് കാസ്കേഡ് ചെയ്ത്, അതായത് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൽ പറഞ്ഞിട്ടുള്ള സ്റ്റൈലും ഇന്റേണൽ സ്റ്റൈലിൽ പറഞ്ഞിട്ടുള്ള സ്റ്റൈലും ഇൻലൈനിൽ പറഞ്ഞിട്ടുള്ളതും കൂടെ ചേർത്തിട്ട് ഏതാണ് പ്രിഫറൻസ് അതിനനുസരിച്ച് പുതിയൊരു സ്റ്റൈൽ ഷീറ്റ് കാസ്കേഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കും എന്നാണ് പറയുന്നത് വിർച്വലായിട്ട്. അതുണ്ടാക്കുമ്പോൾ പാലിക്കുന്ന റൂൾ ഇതാണ്. ഒന്ന്, ഏറ്റവും പ്രിഫറൻസ് ഇൻലൈൻ സ്റ്റൈൽ, അതായത് ഇൻസൈഡ് ആൻഡ് HTML എലമെന്റ് നമ്മൾ ഇൻലൈനായിട്ട് സ്റ്റൈൽ ആട്രിബ്യൂട്ടായിട്ട് പറയുമ്പോൾ കിട്ടുന്ന സ്റ്റൈലിനായിരിക്കും ഏറ്റവും പ്രിഫറൻസ്. അത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ്സ് ഇൻ ദി ഹെഡ് സെക്ഷനിൽ പറയുന്ന എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇത് ഒരുമിച്ച് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നിനേക്കാൾ പ്രിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് വെറുതെ പറയാൻ പറ്റില്ല. ഏതാണോ അവസാനം വരുന്നത് അതിന് പ്രിഫറൻസ് കിട്ടും. അതുകൊണ്ടാണ് അത് ഒരുമിച്ച് പറഞ്ഞത്. ഓക്കെ, ആദ്യം പറയുന്നത് ഇന്റേണൽ സ്റ്റൈലും അവസാനം എക്സ്റ്റേണൽ ആ ലിങ്കാണ് വരുന്നതെങ്കിൽ എക്സ്റ്റേണലിനായിരിക്കും പ്രിഫറൻസ് കിട്ടുക. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇന്റേണലിനായിരിക്കും പ്രിഫറൻസ് കിട്ടുക. അത് രണ്ടിനും, അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു സെന്റൻസ് ഒരു വാക്കുകൂടെ ആഡ് ചെയ്യാം. ഇൻ ദ ഓർഡർ ഓഫ് അപ്പിയറിംഗ് ലേറ്റസ്റ്റ് ഇൻ ദി ഹെഡ് സെക്ഷൻ. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, അതായത് ഏറ്റവും അവസാനമായിട്ട് വരുന്ന ഏതാണോ അത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സെന്റൻസ് അവിടെ നിങ്ങൾ ചേർക്കണം. ഓക്കെ, ഏത് ഓർഡറിലാണ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് വിച്ച് എവർ കംസ് ലേറ്റർ എന്ന് എഴുതിയാൽ ഓക്കെ. ഏതാണ് അതിൽ അവസാനം വരുന്നത് അത് ആപ്ലിക്കബിൾ ആകും. അതും കഴിഞ്ഞ പ്രിഫറൻസ് ആണ് ബ്രൗസറിന്റെ ഡീഫോൾട്ട്. ബ്രൗസർ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റൈലും പറഞ്ഞില്ലെങ്കിൽ ഓരോ ബ്രൗസറിനും ഓരോന്നിനും ഓരോ ഫോണ്ടും കാര്യങ്ങളും ഡീഫോൾട്ട് ആയിട്ടുണ്ട്. അത് ആ രീതിയിലേ കാണിക്കും. അത് മാറ്റാനാണ് നമ്മൾ സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിക്കുക. ഇപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ബ്രൗസർ ഡീഫോൾട്ടിനാണ്. അത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ വിച്ച് എവർ കംസ് ലേറ്റർ, ഏത് അവസാനം വരുന്ന ഏതാണോ എഴുതുന്ന രീതിയിൽ അവസാനം വരുന്ന ഏതാണോ അത്. അതിനേക്കാൾ ഏറ്റവും പ്രയോറിറ്റി വരിക ഇൻലൈൻ സ്റ്റൈൽ, അതിൻ്റെ HTML എലമെന്റിനകത്ത് എഴുതുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് എഴുതുന്നതിനാണ് ഇത്. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇൻ ദി ഹെഡ് സെക്ഷൻ. മൂന്നാമത്തെ പ്രയോറിറ്റി, ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റിയാണ് ബ്രൗസറിന്റെ ഡീഫോൾട്ട് സ്റ്റൈൽ അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ CSSുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് CSSന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ. സെക്കൻഡ് മൊഡ്യൂളിലുള്ള പോർഷനാണ് CSS. ആ സ്ഥലത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതൊക്കെയാണ്. പിന്നെ സിലബസിൽ കുറച്ച് കാര്യം CSSന്റെ കളേഴ്സ്, ഫോണ്ട്, ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട് CSS എങ്ങനെ യൂസ് ചെയ്യാം, ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ യൂസ് ചെയ്യാം, ടേബിളുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് തിരിച്ചിപ്പോൾ തന്നെ പോകും. ഓക്കെ, ആ സമയത്ത് CSS അപ്ലൈ ചെയ്യേണ്ട സമയം വരുമ്പോൾ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാസ്കേഡിങ് ഇതുവരെ ഉള്ളതാണ് CSSുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഇത് മൊഡ്യൂൾ 2 എന്നുള്ളത് എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളണം. ഈ CSSന്റെ പോർഷൻ എഴുതുമ്പോൾ മൊഡ്യൂൾ 2 ആണിത് എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളണം. കാരണം പിന്നീട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓറൊക്കെ വരുന്നത് മൊഡ്യൂൾ അനുസരിച്ചാണല്ലോ. അപ്പോൾ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത് മൊഡ്യൂൾ 2 ആണെന്നുള്ളത് എപ്പോഴും മനസ്സിൽ വേണം. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും നമ്മുടെ പഴയ മൊഡ്യൂൾ 1ലേക്ക് പോവാണ്. മൊഡ്യൂൾ 1 എന്തായിരുന്നു? HTML ആണ്. HTML നമ്മൾ ഏതാ പറഞ്ഞുകൊണ്ടിരുന്ന ടേബിൾസ് അല്ലേ.
ടേബിളുകൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞോളൂ. ലിസ്റ്റ് ഒരുവിധം കംപ്ലീറ്റ് ചെയ്തു. ലിസ്റ്റിൽ ഇനി CSS ആയിട്ട് ബന്ധപ്പെട്ട കാര്യം കുറച്ച് പറഞ്ഞു നമ്മൾ. ലിസ്റ്റ്, സ്റ്റൈൽ, ടൈപ്പ് അല്ലേ, 4 അപ്ലൈ ചെയ്യുന്നത്, അത് മാത്രമേ അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളൂ. ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമ്മൾ അതിലേക്ക് ഒന്നുകൂടെ പോകും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുകൂടെ നോക്കാം. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ടേബിൾ ടാഗ്, ഓരോ റോയും സ്പെസിഫൈ ചെയ്യാൻ TR എന്നുള്ള ടാഗ്, ഓരോ ഡാറ്റയും സെല്ലും ഇത് TD, അത് ഹെഡിങ് സെല്ലാണെങ്കിൽ, അതായത് ആദ്യത്തെ റോയിലുള്ള സെല്ലുകളാണെങ്കിൽ അതിന് TH യൂസ് ചെയ്യും. TH ആണെങ്കിൽ ബോൾഡ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, എക്സാമ്പിളൊക്കെ കണ്ടു. ബോർഡർ ആഡ് ചെയ്യുന്ന രീതി, ഇവിടെ HTML ടേബിൾ ആഡ് എ ബോർഡർ. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചപ്പോൾ ഞാനിവിടെ ചെയ്തിട്ട് ബോർഡർ കിട്ടാൻ വേണ്ടി ചെയ്തത്, വിഡ്ത്ത് ഞാൻ 100% എന്നുള്ള എടുത്തു കളഞ്ഞു. ഈ വിഡ്ത്ത് എന്നുള്ള കാര്യം, വിഡ്ത്ത് 100% എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബ്രൗസറിൻ്റെ മുഴുവൻ ഏരിയയും ഈ ടേബിളിന് വേണ്ടി യൂസ് ചെയ്യുക. അതായത് ബ്രൗസർ എത്ര വലുതാക്കും, ബ്രൗസറിൻ്റെ ഏരിയ അതാ നോക്കിയാൽ അതിനനുസരിച്ച് ടേബിൾ ഇങ്ങനെ വലുതായി പോകും. ഓക്കെ, നമുക്ക് അതൊരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആവശ്യമുള്ള വിഡ്ത്തിൽ വെക്കുന്നതായിരിക്കും. ഒരു 50% വെച്ചാൽ അതായിരിക്കും കുറച്ചുകൂടി ഭംഗി. ഓക്കെ, ഇനി ഞാനിവിടെ അന്ന് ഞാൻ ചെയ്തത് ഈ സ്റ്റൈൽ എന്നുള്ള സാധനം എടുത്തു കളഞ്ഞു. എന്നിട്ട് ബോർഡർ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. റൺ ചെയ്തപ്പോൾ അതിന് എല്ലാത്തിനും ബോർഡർ വന്നു അല്ലേ. ഇവിടെ ഈ ബോർഡർ എന്ന് പറയുന്നത് CSS അല്ല. CSS ആണെങ്കിൽ അത് എങ്ങനെയാണ് കൊടുക്കുക, നമ്മൾ സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വെച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ടേബിൾ എന്ന് പറഞ്ഞ HTML എലമെന്റിന് നോർമലി ഉള്ള ഒരു ആട്രിബ്യൂട്ടാണ് ബോർഡർ. അത് ബോർഡറിന്റെ തിക്നെസ് ആണ് 1, 2, 3 എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം അത് വെച്ചാണ് ഞാൻ അന്ന് ബോർഡർ കാണിച്ചത്. പിന്നെ നമ്മൾ CSS വെച്ചിട്ട് എങ്ങനെ ഇതിൽ മോഡിഫിക്കേഷൻസും കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പം അത് വരുമ്പോൾ ആഡ് എ ബോർഡർ, CSSൽ ബോർഡർ ആഡ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്, യൂസ് ദ CSS ബോർഡർ പ്രോപ്പർട്ടി. ബോർഡർ പ്രോപ്പർട്ടി കൊടുക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ടേബിളിനും ഓരോന്നിനും ബോർഡർ പറയണം. ടേബിളിന് മാത്രം എന്ന് പറഞ്ഞാൽ ടേബിൾ എൻ്റെ ടേബിളിന് ഒരു ഔട്ടർ ബോർഡർ മാത്രം എന്നുള്ള രീതിയിലേക്ക് അത് പോകും. പിന്നെ TD മാത്രം പറഞ്ഞാൽ ഡാറ്റയ്ക്ക് മാത്രം വരുള്ളൂ, ഹെഡിങ്ങിന് ബോർഡർ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്തു, ടേബിളിനും ടേബിൾ ഹെഡിങ്ങിനും ടേബിൾ ഡാറ്റയ്ക്കും എന്ത് ചെയ്യണം, ബോർഡർ എന്നുള്ളതാണ് പ്രോപ്പർട്ടി. ടേബിളിലെ ബോർഡർ എന്നുള്ളതാണ് പ്രോപ്പർട്ടി. അതിന് 3 വാല്യൂസ് ആണ് കൊടുക്കുക. 1px, ആദ്യം പറയുന്നത് അതിൻ്റെ തിക്നെസ്, ബോർഡറിൻ്റെ ആ ലൈനിൻ്റെ തിക്നെസ് 1px എന്ന് 1 പിക്സൽ, ഏറ്റവും കുറഞ്ഞ അതാണ്. സോളിഡ്, ഇവിടെ പറയുന്നത് സോളിഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലൈനാണ്. പല രീതിയിലുള്ള ലൈൻസ് നമുക്ക് കൊടുക്കാം. ഡോട്ടഡ് എന്ന് പറഞ്ഞാൽ കുറേ കുത്തുകുത്തിട്ട് ലൈൻ വരയ്ക്കും. ഡാഷ്ഡ് എന്ന് പറഞ്ഞാൽ കുറേ ഐഫോൺ ഇട്ടുകൊണ്ട് കുറേ ഡാഷുകൾ ഇട്ടുകൊണ്ട് ലൈൻ വരയ്ക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റൈല് ശരിക്കും ബോർഡറിൻ്റെ ആ ഒരു ലൈനിൻ്റെ സ്റ്റൈലാണ് പറയുന്നത്. അത് സോളിഡ് ആണെങ്കിൽ കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും, ഡോട്ടഡ് ആണെങ്കിൽ കുത്തുകളായിരിക്കും, ഡാഷ്ഡ് ആണെങ്കിൽ ഡാഷ് വെച്ചിട്ട് ഐഫോൺ വെച്ചിട്ട് അത് കാണിക്കും. മൂന്നാമത്തത് അതിൻ്റെ കളർ, ഇവിടെ ബ്ലാക്ക് എന്നുള്ള കളറാണ് പറഞ്ഞത്. ഇത് നമുക്ക് ഇതിൽ നോക്കുമ്പോൾ നമ്മൾ ഇതെന്താണ്, ഏത് രീതിയിലുള്ള CSS മെത്തേഡാണ് യൂസ് ചെയ്തത് ഈ പേജിൽ അത് കൊണ്ടുവരാനായിട്ട്. ഈ സ്റ്റൈൽ ടാഗ് ഉപയോഗിക്കുന്ന ഏത് മെത്തേഡാണ് ഇപ്പം നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് അല്ലെ. ഇന്റേണൽ ആയിട്ട് സ്റ്റൈൽ പറഞ്ഞു. അതിൽ ടേബിൾ എന്നുള്ള എലമെന്റ്, TH എന്നുള്ള എലമെന്റ്, TD എന്നുള്ള എലമെന്റ്, മൂന്നിനും എന്താണ് ബോർഡർ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈ ടേബിളിൽ നമ്മൾ സ്റ്റൈൽ വിഡ്ത്ത് 100%, ഞാൻ കാണാൻ നല്ലതിന് വേണ്ടി ഒരു 50 കൊടുക്കുകയാണ് കാണാൻ. ഓക്കെ, എന്നിട്ട് ഓരോ റോ, അപ്പോൾ ഇവിടെ ഏതിനൊക്കെയാണ് ബോർഡർ നമ്മൾ അപ്ലൈ ചെയ്തത്, ടേബിളിന്, THന്, TDക്ക്. അപ്പോൾ ടേബിളിന് മൊത്തത്തിൽ അത് ടേബിളിന് വന്ന ബോർഡറാണ് ഏറ്റവും ഔട്ടറിൽ കാണുന്ന ആ ബോർഡർ. THന് വരുന്ന ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഏജ് എന്നുള്ളതിൻ്റെ ചുറ്റിനുള്ള ബോർഡർ THന് അപ്ലൈ ചെയ്തുകൊണ്ടാണ്. TD എന്നുള്ളത് ഇതിനോരോന്നിന് അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബോർഡർ അപ്ലൈ ചെയ്യാം. ബോർഡറിനുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന കാര്യം മാത്രമേ ഇവിടെ പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്നുള്ളൂ. സ്റ്റൈൽ കൊടുക്കുന്ന രീതി, സിൻടാക്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇത് ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റാണെന്ന് അറിയാം. ടേബിളിനും THനും TDക്കും മൂന്നിനും ബോർഡർ വേണം. 3 വാല്യൂസ് ആണ് പറയുക. ബോർഡർ എന്നുള്ളതാണ് CSS പ്രോപ്പർട്ടി നെയിം. കോളൻ ഇട്ടിട്ട് അതിൻ്റെ വാല്യൂ 3 വാല്യൂസ് സ്പേസ് ഇട്ട് കൊടുക്കണം. ഒന്ന് അതിൻ്റെ തിക്നെസ്, അത് 1px. അടുത്തത് അതിൻ്റെ സ്റ്റൈല് സോളിഡ്. ഈ സോളിഡിന് പകരം ഞാൻ ഡോട്ടഡ് കൊടുത്തു നോക്കാം. ഡോട്ടഡ് എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. റൺ ചെയ്ത് കൊടുത്താൽ അല്ല കുത്തുകളായി സൂം ചെയ്താൽ നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, കുത്ത് ഡോട്ടുകളായിട്ടത് വരുന്നു. ഓക്കെ, സെയിം തന്നെ
ഡോട്ടറിന് പകരം ഡാഷ്ഡ് അങ്ങനെ കൊടുത്താൽ ഡോട്ടിനേക്കാൾ കുറച്ചുകൂടി ഹൈഫൺ ഇട്ടുകൊണ്ടത് ഡാഷ് ലൈനായിട്ട് കാണിക്കും. ഓക്കെ, നമ്മൾ സോളിഡാണ് സാധാരണ കൊടുക്കുക, SOLID. അപ്പോൾ കണ്ടിന്യൂസ് ലൈൻ വരും. അപ്പോൾ ഈ ഒരു മെത്തേഡ് അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് ബോർഡർ കൊടുക്കുക. ഇതിൽ പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. CSSന്റെ പ്രോപ്പർട്ടി, ബോർഡർ എന്നുള്ള പ്രോപ്പർട്ടി നെയിമുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതാണ്. പ്രോപ്പർട്ടി നെയിം എങ്ങനെയാണ്, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറിന് ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർന്നാണെന്ന് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. കളറിന്റെ സ്പെല്ലിംഗ് COLOR, അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ അതിൽ കൊടുക്കാവുന്ന വാല്യൂസിന്റെ പേരുകളും CSSൽ എന്താണെന്നുള്ളത് അത് മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അപ്ലൈ ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ പഠിച്ചത് ബോർഡർ എന്നുള്ളതാണ് ഒരു പ്രോപ്പർട്ടി നെയിം. അതിലൊരു കോളൻ ഇട്ടിട്ടാണ് നമ്മൾ വാല്യൂ പറയാമെന്ന് നമുക്കറിയാം. ഈ വാല്യൂസ് 3 രീതിയിൽ 3 കൊടുക്കണം എന്നുള്ളത് പഠിക്കുക. 1px എന്നുള്ളതിന് പകരം ഞാനൊരു 5px കൊടുത്താൽ എന്ത് പറ്റും എന്നുള്ളത് നോക്കാം. 5px, അതിൻ്റെ തിക്നെസ് 5 പിക്സലായി. ഓക്കെ, സോളിഡ് ബ്ലാക്ക് എന്നുള്ളതിന് പകരം നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുത്തു നോക്കാം. റെഡ് കളറാണ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ അതിൽ കൊടുക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഒരെണ്ണം കൊടുത്തില്ലെങ്കിൽ എന്താണ്, അതൊക്കെ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് നോർമലി ആവശ്യം വരിക ഇത് 3 കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ടേബിളിൽ ബോർഡർ കൊടുക്കാൻ പഠിച്ചു CSS വെച്ചിട്ട്. ഇനി കൊളാപ്സ്ഡ് ബോർഡേഴ്സ്, അന്ന് തന്നെ കുട്ടികൾ ആരോ സംശയം ചോദിച്ചിരുന്നു, കൊളാപ്സ്ഡ് ബോർഡേഴ്സ് എന്നാണ് പറയുന്നത്. അതന്ന് പറയാതിരുന്നത് ഈ പറഞ്ഞ CSS പറയാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇവിടെ കൊളാപ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഔട്ട്പുട്ടിൽ ബോർഡേഴ്സ് നോക്കിയാൽ ഒരു സെല്ലിന് ചുറ്റും 2 ബോർഡർ, ഡബിൾ ലൈനാണ് കാണുക. ഡബിൾ ലൈൻ എന്തുകൊണ്ടാണ്, ഓരോ സെല്ലിനും ഒരു ഔട്ടർ ബോർഡർ ഉണ്ട്, അടുത്ത സെല്ലിനും ഔട്ടർ ബോർഡർ. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് ഡബിൾ ലൈൻ പോലെ തോന്നും. അത് ഒഴിവാക്കിയിട്ട് അടുത്തടുത്തുള്ള സെല്ലുകളുടെ ബോർഡേഴ്സിന് 2 കൂടി ഒരുമിച്ചാക്കാം. അപ്പോൾ കൊളാപ്സ് ചെയ്താൽ ഒറ്റ ലൈനെ അവിടെ കാണുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഉള്ള CSSന്റെ പ്രോപ്പർട്ടിയാണ് ബോർഡർ ഹൈഫൺ കൊളാപ്സ്. ഇത് ആദ്യം പറഞ്ഞിരിക്കുന്ന ടേബിൾ TH-TD, ടേബിളിലും TH-നും TD-ക്കും എല്ലാത്തിൻ്റെയും കൊളാപ്സ് ചെയ്യണം. അപ്പോൾ ആദ്യം പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഓൾറെഡി, എന്താണ് ബോർഡർ കൊടുക്കാനുള്ളതാണ് 1px സോളിഡ് ബ്ലാക്ക്. അടുത്തത് ബോർഡർ ഹൈഫൺ കൊളാപ്സ്, അങ്ങനെ തന്നെ കൊടുക്കണം. ബോർഡർ ഹൈഫൺ കൊളാപ്സ്, കോളൻ ഇട്ടിട്ട് അതിൻ്റെ വാല്യൂ കൊളാപ്സ് എന്ന് തന്നെ കൊടുക്കുക. അപ്പോൾ ഈ ഇതിൽ സിംഗിൾ ലൈനായിട്ടുള്ള ബോർഡർ കിട്ടും. ഓക്കെ, സിംഗിൾ ലൈനായിട്ടുള്ള ബോർഡർ കിട്ടി നമുക്ക്. കൊളാപ്സ് ചെയ്യുന്നു. അപ്പോൾ കൊളാപ്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്താ ചെയ്തത്, സ്റ്റൈലിൻ്റെ അകത്ത് ബോർഡർ ഹൈഫൺ കൊളാപ്സ് കോളൻ വാല്യൂ കൊളാപ്സ് തന്നെയാണ്. പ്രോപ്പർട്ടി നെയിം ബോർഡർ ഹൈഫൺ കൊളാപ്സ്, വാല്യൂ കൊളാപ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഈ കൊളാപ്സിന് പകരം വേറെ എന്തൊക്കെ വാല്യൂ കൊടുക്കാന്നുള്ളത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, അതെല്ലാം എനിക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ ടൈമിംഗ് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല, അത്യാവശ്യമുള്ളത് പറയും. ബാക്കിയുള്ളത് നിങ്ങൾ അക്കാഡമിക് ഇൻട്രസ്റ്റ്, നിങ്ങളുടെ സ്വയം ഇൻട്രസ്റ്റ് നോക്കിയാൽ മതി. സിലബസിൽ അങ്ങനെ ഇതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ അതിൻ്റെ കാര്യങ്ങൾ, കൊളാപ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ വഴിയുള്ളൂ. കൊളാപ്സിന് വരെ വേറെ എന്തൊക്കെ കൊടുക്കാം എന്നുള്ളത് നിങ്ങൾ എന്തായാലും കണ്ടുപിടിച്ച് വെച്ചേക്കുക. കാരണം ഒരു വെബ് ഡെവലപ്പർ ആകുക എന്നുള്ളതാണ് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് കൊണ്ടുള്ള എയിം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റിൽ നിങ്ങളത് സെർച്ച് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് സെൽഫ് പാഡിങ്, സ്പേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണ് പാഡിങ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പാഡിങ് എന്താണ്, ഒരു എലമെന്റ് അതിരിക്കുന്ന ബോക്സിന്റെ ബോർഡർ ചെയ്യുന്ന ആ എലമെന്റിന്റെ കണ്ടന്റിലേക്കുള്ള അകലം. അതായത് ഇവിടെ ഫസ്റ്റ് നെയിം എന്നുള്ളത് ഈ TH എന്ന് പറഞ്ഞ എലമെന്റിന്റെ കണ്ടന്റ് ആണ്. അതും ഈ ബോർഡറും തമ്മിലുള്ള അകലം, അതിനെയാണ് നമ്മൾ പാഡിങ് എന്ന് പറയുക. അത് 15 പിക്സലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ 15 പിക്സലിന്റെ അകലമാണ് ഇത്രയും വലുതായിട്ട് നമുക്ക് 4 സൈഡ്. പാഡിങ് എന്ന് പറഞ്ഞാൽ കണ്ടന്റിൽ 4 ബോർഡറിൽ നിന്നും വരും, എല്ലാ സൈഡിൽ നിന്നും 15 പിക്സൽ വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് എന്താ, ഇതിൽ 15 പിക്സൽ എന്നുള്ളത് മാറ്റി 5 പിക്സലാക്കിയാൽ ആ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. എല്ലാം ഒന്ന് ചെറുതായി. ഓക്കെ, ഇത് ഈ ഒരു ഫസ്റ്റ് നെയിമിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ളത് റൈറ്റിലേക്കുള്ളത് മാറാത്ത എന്തുകൊണ്ടാണ്, അത് വിഡ്ത്ത് ഇവിടെ 100% പറഞ്ഞിരിക്കുന്നത്.
ബ്രൗസറിൻ്റെ വിടുത്ത്. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ട് എക്സ്പാൻഡ് ആവുന്നതാണ്. ഓക്കെ, അതില്ലായിരുന്നുവെങ്കിൽ ആവശ്യമുള്ളത് ഈ സംഭവം ഇല്ലാതെ കൊടുത്തു, ടേബിൾ മാത്രം കൊടുത്തു, നോർമൽ പാഡിങ് മാത്രമേ അതിൽ വരുള്ളൂ. ഓക്കെ, 5 അല്ലേ, എത്രയാണ് നമ്മൾ കൊടുത്ത പാഡിങ് ആയിട്ട് എത്രയാണ് കൊടുത്ത 5 പിക്സൽ. ഇവിടെ 15 കൊടുത്താൽ അതിനനുസരിച്ച് ഈ സൈഡിൽ നിന്ന് മാറുന്നുണ്ട്, മുകളിൽ നിന്നും താഴെ നിന്നും വരുന്നുണ്ട്. എല്ലാ എലമെൻറ്റിനും, TH മാത്രമല്ല ഈ ടേബിൾ ഡാറ്റ എല്ലാത്തിനും. നമ്മൾ 3 അത് പറഞ്ഞത്. പാഡിങ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുക, ഒരു ഏത് HTML എലമെന്റ് സെല്ല്, ഇതിപ്പോൾ ടേബിളിൻ്റെ കാര്യം മാത്രമല്ല, ഏത് എലമെന്റിനെയും ഞാൻ പറഞ്ഞൊരു ബോക്സിൽ എലമെന്റ്സും ഉണ്ട്, ഇൻലൈൻ എലമെന്റ്സും ഉണ്ട്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. ബോക്സിനകത്ത് ബോക്സിന്റെ ബോർഡർ ചെയ്യുന്ന കണ്ടന്റിലേക്കുള്ള ആ ഡിസ്റ്റൻസിനാണ് പാഡിങ് എന്ന് പറയുക. ഇനി വേറൊരു സംഭവം ഉണ്ട്, എന്താണ് മാർജിൻ. മാർജിൻ എന്താണ്? അടുത്തടുത്തുള്ള 2 HTML എലമെന്റുകൾ തമ്മിലുള്ള അകലം, ആ ബോക്സുകൾ തമ്മിലുള്ള അകലം, അതാണ് മാർജിൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ടേബിളിന്റെ അടുത്തടുത്തുള്ള സെല്ലുകളാണ് ഇവിടെ എലമെന്റുകൾ വേറെ വേറെ അല്ല, ഓരോന്നും TD എലമെന്റുകൾ വേറെ വേറെ, അത് തമ്മിലുള്ള ബോക്സിന്റെ അകലമാണ് മാർജിൻ. അപ്പൊ അതിന്റെ എക്സാമ്പിളാണ് അടുത്ത് വരുന്നത്. ഇത് കൊടുക്കുന്ന രീതി മാത്രം പഠിക്കുക. പാഡിംഗ് എന്നാണ് പ്രോപ്പർട്ടി നെയിം, കോളൻ, പിന്നെ പറയുന്നത് അതിന്റെ വാല്യൂ, അത് എത്ര പിക്സൽ, PX എന്നുള്ളത്. ഇത് എഴുതുമ്പോൾ PX എന്നുള്ളത് അകറ്റി എഴുതുന്നു. ഓക്കെ, അതാണ് ഇതിലാകെ ശ്രദ്ധിക്കാനുള്ളത്. യൂണിറ്റ് പിക്സൽ എന്നുള്ളത് അതിന്റെ ചേർത്ത് തന്നെ എഴുതണം, അല്ലെങ്കിൽ അത് എടുക്കില്ല. അപ്പം അത് അതിൽ നിന്ന് മനസ്സിലാക്കും. പിന്നെ അലൈൻമെന്റ്, ഈ സെല്ലിനകത്ത്, നമ്മുടെ ടേബിളിന്റെ സെല്ലിനകത്ത് ഡാറ്റ എങ്ങനെ അലൈൻ ചെയ്യാം? നമുക്ക് സെൻട്രൽ അലൈൻ ചെയ്യാം, ലെഫ്റ്റ് അലൈൻ ചെയ്യാം, റൈറ്റ് അലൈൻ ചെയ്യാം. അലൈൻമെന്റ് എന്താണെന്ന് അറിയാലോ, സെല്ലിനകത്ത് ഡാറ്റ എവിടെ ഇരിക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ പോയിരിക്കുന്നു, റൈറ്റ് സൈഡിൽ പോയിരിക്കുന്നു, അതോ സെൻട്രലിൽ ഇരിക്കുന്നു. അപ്പം അതിനുപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഇതാണ് ടെക്സ്റ്റ് അലൈൻ, ടെക്സ്റ്റ് ഹൈഫൺ അലൈൻ. അത് പഠിക്കുക, ടെക്സ്റ്റ് ഹൈഫൺ അലൈൻ കോളൻ. അതിൽ വരാവുന്ന വാല്യൂ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. ഓക്കെ, ഈ 3 അലൈൻമെന്റ് ആണ് അതിൽ വരിക. ഈ ഒരു എക്സാമ്പിളിൽ ടേബിൾ ഹെഡിങ് ലെഫ്റ്റിൽ അലൈൻ ചെയ്തു. ടേബിൾ ഹെഡിങ് നോർമലി എന്തായിരുന്നു, TH എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി അത് സെൻട്രൽ അലൈൻഡ് ആയിരിക്കും, ബോൾഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ഡാറ്റ നോർമലി ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും. ഡാറ്റയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും. ടേബിൾ ഹെഡ് TH എന്നുള്ളത് നോർമലി സെൻട്രൽ അലൈൻഡ് ആകും. നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് പ്രത്യേകം പറയണം, ലെഫ്റ്റ് ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് എന്ന് പറയണം. ഇനി TH TD രണ്ടിൻ്റെ പാഡിങ് 5 പിക്സൽ കൊടുത്തു. 5 പിക്സൽ ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്തിരി വലുതായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി ഈ ഒരു സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ, TH ലെഫ്റ്റ് എന്നുള്ളത് ഇല്ലായിരുന്നുവെങ്കിൽ, ഈ പറഞ്ഞ ഹെഡിങ് ഒക്കെ സെൻട്രൽ അലൈൻഡ് ആണ്, അത് മനസ്സിലാക്കുക. ഡാറ്റ എല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആണ്. ഓക്കെ, ഇനി ഡാറ്റ സെൻറ്ററിൽ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, TD, ഈ TH പകരം ഇവിടെ ഞാൻ Ctrl+V, TH പകരം ഞാൻ TD ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. TD ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് എന്നുള്ളതിന് പകരം സെൻറ്റർ എന്ന് കൊടുക്കുക, CENTER. എന്താവും, എല്ലാ ഡാറ്റയും സെൻറ്ററിലേക്ക് പോയി, സെല്ലിനകത്തത് സെൻറ്ററിലേക്ക് പോയി. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടി അധികം സമയം കളഞ്ഞ് വീഡിയോയുടെ ലെങ്ത് നമുക്ക് കൂട്ടണ്ട, മനസ്സിലാക്കുക. പഠിക്കാനുള്ളത് ടെക്സ്റ്റ് ഹൈഫൺ അലൈൻ എന്നുള്ള പ്രോപ്പർട്ടി നെയിം എഴുതുന്ന രീതിയും, കോളൻ ഇട്ടിട്ട് അതിൻ്റെ വാല്യൂ 3 വാല്യൂസാണ്, സെൻറ്റർ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതിനനുസരിച്ച് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുക. THന്റെ ബൈ ഡീഫോൾട്ട് സെൻറ്റർ ആണ്, TDയുടെ ബൈ ഡീഫോൾട്ട് ലെഫ്റ്റ് ആണ്. ഇത് നമുക്ക് മാറ്റണമെങ്കിൽ മാത്രം ഈ പറഞ്ഞ പ്രോപ്പർട്ടി എഴുതി സ്റ്റൈൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി ബോർഡർ സ്പേസിങ്. ബോർഡർ സ്പേസിങ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈസ് ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽ, സെല്ലുകൾ ഇടയിലുള്ള സ്പേസ്. മാർജിൻ എന്ന് പറയുന്നതിന് വേറൊരു രൂപം. ഓക്കെ, ഇവിടെ ബോർഡർ സ്പേസിങ് 15 പിക്സൽ കൊടുത്തുകൊണ്ടാണ് ഈ ടേബിൾ ഇങ്ങനെ ഇരിക്കുന്നത്. ടേബിളിന്റെ ബോർഡർ ചെയ്യുന്ന ഓരോ സെല്ലും 15 പിക്സൽ അകലത്തിലാണ്. ഇനി സെല്ലുകൾ തമ്മിലും 15 പിക്സൽ അകലത്തിലാണ്. അതാണ് ഈ ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനുപയോഗിക്കുന്ന ടേബിളിന് മാത്രമേ ടേബിൾ എന്ന് പറഞ്ഞാൽ മാത്രം അപ്ലൈ ചെയ്താൽ എന്താണ്, ടേബിളിനകത്തുള്ള എല്ലാ എലമെന്റ്സിനും അത് ബാധകമായി. ബോർഡറുകൾ തമ്മിലുള്ള സ്പേസിങ് അത് 15 പിക്സലാണ്. ഇത് എവിടെ ആപ്ലിക്കബിൾ ആവില്ല, ബോർഡർ കൊളാപ്സ് ചെയ്തെടുത്ത് അത് ആപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇഫ് ദ ടേബിൾ ഹാസ് കൊളാപ്സ്ഡ് ബോർഡേഴ്സ്, ബോർഡർ സ്പേസിങ് ഹാസ് നോ എഫക്റ്റ്. ഓക്കെ, അത് മനസ്സിലാക്കുക. കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ബോർഡർ സ്പേസ്, ബോർഡറുകൾ തമ്മിൽ 2 ബോർഡർ ഉണ്ടെങ്കിലല്ലേ തമ്മിൽ സ്പേസ് ഉള്ളൂ.
രണ്ട് ബോർഡർ ഇല്ല, രണ്ടും കൂടെ കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോർഡർ സ്പേസിംഗ് എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുത്ത് വാല്യൂ അല്ല പ്രോപ്പർട്ടി കൊടുത്ത് വാല്യൂ കൊടുക്കുന്നതിന് യാതൊരു എഫക്റ്റും ഇല്ല. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ ഇപ്പോൾ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ നമ്മൾ പഠിച്ചു. അലൈൻമെന്റ്, സെൽ പാഡിങ്, ഓക്കെ, ബോർഡർ ആദ്യം പഠിച്ചു, പിന്നെ സെൽ പാഡിങ് അതെന്താണെന്ന് മനസ്സിലാക്കണം. അലൈൻ ചെയ്യുന്നത് എന്താണ്, ടെക്സ്റ്റ് അലൈൻ എന്നുള്ള പ്രോപ്പർട്ടി, പിന്നെ ബോർഡർ സ്പേസിങ്. അടുത്തത് ഇനി നമ്മൾ ഇതുവരെ പഠിച്ചത് ഒരു നോർമൽ ടേബിളാണ്. അതായത് എല്ലാ റോയിലും 3 കോളം അല്ലേ, എല്ലാ റോയിലും ഒരേപോലെ തന്നെ റോസും കോളംസും, അതുപോലെ എല്ലാ കോളത്തിലും ഒരേപോലെ തന്നെ റോസ് അല്ലേ, ആ രീതിയിലുള്ളതാണ്. ഇതല്ലാത്തത് വരാം. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു എക്സാമ്പിളിൽ നോക്കിയേ, ആദ്യത്തെ റോയിൽ എത്ര കോളം ഉണ്ട്? 2 കോളമേ ഉള്ളൂ. പക്ഷെ രണ്ടാമത്തെ റോ തുടങ്ങി താഴോട്ട് കുറെ ആളുകളുടെ ഉണ്ടെങ്കിൽ എത്ര കോളം ഉണ്ടാവും? 3 കോളംസ് ഉണ്ട്. ഒരാൾക്ക് 2 ടെലിഫോൺ നമ്പർ എന്നുള്ള രീതിയിൽ. അപ്പൊ 2ഉം ടെലിഫോൺ നമ്പറാണെന്ന് കാണിക്കാൻ 2 കൂടെ ചേർത്തിട്ട് ഒറ്റ സെല്ല് ടെലിഫോണിന് മതി. അപ്പൊ ഇതുപോലുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റത്തെ റോയില് രണ്ടാമത്തെ സെൽ, അതായത് TH, ആദ്യത്തെ TH ഇവിടെ നോക്കിയാൽ കാണാം. ഫസ്റ്റത്തെ റോ ഇതാണല്ലോ TR, അതിൽ ആദ്യത്തെ THൽ എന്താണ്? നെയിം വന്നു. രണ്ടാമത്തെ THൽ ടെലിഫോൺ എന്നാണ്. അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി എഴുതി, എന്താണ്? കോൾ സ്പാൻ ഈക്വൽ ടു 2. അതായത് രണ്ടാമത്തെ സെല്ല് 2 കോളം സ്പാൻ ചെയ്യുന്നു. 2 കോളം എന്താ പറഞ്ഞ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. 2 കോളം കൂടി ചേർത്തിട്ടാണ് അടുത്ത സെല്ല് വരേണ്ടത്. കോൾ സ്പാൻ ഈക്വൽ ടു 2. ഓക്കെ, അത് ആ റോ അവിടെ കഴിഞ്ഞു. അടുത്ത റോയിൽ നോക്കൂ. അടുത്ത റോയിൽ 3 TD ഉണ്ട്, 3 ഡാറ്റ ഉണ്ട്. കാരണം ഇവിടെ ആദ്യത്തത് ഒരു സെല്ലും ഇത് 2 സെല്ലിന് ഇക്വൽ, 2 കോളം കൂടി സ്പാൻ ചെയ്തതാണ് രണ്ടാമത്തെ സെല്ല്. അപ്പോൾ അതുകൊണ്ട് 3 ഡാറ്റകൾ അതിൽ വരും. 3 TD, ഒരു ബിൽ ഗേറ്റ്സ് എന്നുള്ളത് ആദ്യത്തത്, ഇത് ആദ്യത്തെ TD, ഇത് രണ്ടാമത്തെ 10 ഡാറ്റ TD. ഓക്കെ, അപ്പോൾ ഇനി തുടങ്ങിയുള്ള എല്ലാ റോസിലും പറഞ്ഞ 3 എണ്ണം വരാം. അപ്പം ഇത് കോൾ സ്പാൻ എന്നുള്ള ആട്രിബ്യൂട്ട് പഠിക്കുക. കോൾ സ്പാൻ പുതിയ ആട്രിബ്യൂട്ടാണ്. അത് THൽ വരാം, ഡാറ്റയിലും വരാം, TDയിലും വരാം. ഓക്കെ, THൽ വരാം, TDയിലും വരാം. ഡാറ്റയിൽ നമുക്ക് ചിലപ്പോൾ സെല്ലുകൾ എവിടെയൊക്കെ വരുന്നുവോ അവിടെയൊക്കെ നമുക്ക് കോൾ സ്പാൻ ഉപയോഗിക്കാം. 2 3 കോളംസ് സ്പാൻ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ 2 കൂടെ ഒരുമിച്ച് ചേർത്ത് ഒറ്റ സെല്ലാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോൾ സ്പാൻ ഈക്വൽ ടു 2. അതിനനുസരിച്ച് അടുത്ത റോസ് അല്ലെങ്കിൽ അടുത്ത കോളംസ് കൊടുക്കുമ്പോൾ നമ്മൾ ആ എണ്ണം നമ്മുടെ മനസ്സിൽ വേണം, ഫിഗർ. നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. അത് ചെയ്യുമ്പോൾ ആവശ്യമുള്ള സംഭവമാണ് ഇത്. അപ്പോൾ ഇത് കോൾ സ്പാൻ. അടുത്തത് നോക്കാം. സെൽസ് ദാറ്റ് സ്പാൻ മെനി റോസ്, ഒന്നിലധികം റോസ് സ്പാൻ ചെയ്യുന്നത്. അത് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ റോയിൽ ഇതാണല്ലോ ആദ്യത്തെ റോ. ആദ്യത്തെ റോയിൽ 2 കോളം ഉണ്ട് അല്ലേ? പക്ഷേ ആദ്യത്തെ റോയിൽ 2 കോളം ഉണ്ട്. രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ സെല്ല് രണ്ടാമത്തെ റോയുടെ മാത്രം ഭാഗമാണോ? അല്ല. ഇവിടെ എത്ര റോസ് ഉണ്ടെന്ന് നോക്കിയാൽ ഈ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ 2 റോസ് ഉണ്ട്. പക്ഷെ ഇത് 1 ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് സ്പാൻ ചെയ്തിരിക്കുന്നത്? ഈ സെല്ല്, ടെലിഫോൺ എന്ന് എഴുതിയ ഈ സെല്ല് എന്ത് സ്പാൻ? നേരത്തെ കോൾ സ്പാൻ ആണെങ്കിൽ ഇവിടെ എന്താണ്? റോ സ്പാൻ. യെസ്. അപ്പൊ ഇവിടെ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ റോയിൽ ഒരു TH നെയിം, രണ്ടാമത്തെ TD ആയിട്ടാണ് കൊടുത്തത്. അതെന്തുകൊണ്ടായിരിക്കും? ഇവിടെ മെയിൻ ആയിട്ടുള്ള ഹെഡിങ്ങുകൾ, അതായത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ലെഫ്റ്റ് സൈഡിലും ഉത്തരങ്ങൾ റൈറ്റ് സൈഡിലും എന്നുള്ള രീതിയിലാണ് കാണിക്കുക. അപ്പൊ നമുക്ക് ബോൾഡ് ആയിട്ട് കാണിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. അതിന്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ അതിന് വരുന്ന വാല്യൂസ് ആണ് റൈറ്റ് സൈഡിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് TD ആയിട്ടാണ് കൊടുക്കുക. ഇവിടെ ആദ്യത്തെ സെല്ല് TH ആണ്, അപ്പൊ നെയിം ബോൾഡ് ആയിട്ട് കാണിച്ചു. ഓക്കെ, അടുത്തത് TD ആണ്. അപ്പോൾ അത് നോർമൽ ബിൽ ഗേറ്റ്സ് എന്നുള്ളത് നെയിം ആരുടെയാണെന്നുള്ളത് വാല്യൂ ആണ്, അത് നോർമൽ ഫോണ്ടിൽ കാണിച്ചു. ആ റോ അവിടെ കഴിഞ്ഞു. അവിടെ 2 സെല്ലുണ്ടായിരുന്നു. രണ്ടാമത്തെ റോയിലും എന്താണ്? 2 സെല്ലുണ്ട്. രണ്ടാമത്തെ റോയിലും 2 സെല്ലുണ്ട്. എന്താണ്? പക്ഷേ ആദ്യത്തെ സെല്ല് TH ആണ്, ഹെഡിങ് ആണ്. പക്ഷെ അതിന്റെ റോ സ്പാൻ എത്രയാണ്? 2. അതായത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോയും അടുത്ത റോയുടെ ആദ്യത്തെ സെല്ലും കൂടി ചേർന്നതാണ് ഈ സെല്ല് എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ റോയാണ്. രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ സെല്ലിലാണ് ഈ പറഞ്ഞ ടെലിഫോൺ വരുന്നത്. പക്ഷെ അത് റോ സ്പാൻ ഈക്വൽ ടു 2 ആയതുകൊണ്ട് രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ സെല്ലും
അടുത്ത റോ, മൂന്നാമത്തെ റോയിൽ ആദ്യത്തെ സെല്ലും കൂടെ ചേർന്നിട്ട് അതിൻ്റെ വാല്യൂ ആണ്, അതിൻ്റെ അകത്ത് വരുന്ന കണ്ടന്റ് ആണ് ടെലിഫോൺ. അപ്പോൾ അതെങ്ങനെ എഴുതുക? TH റോ സ്പാൻ ഈക്വൽ ടു 2. 2 റോസ് സ്പാൻ ചെയ്തു. 3 റോസ് ഉണ്ടെങ്കിൽ റോ സ്പാൻ ഈക്വൽ ടു 3 എന്ന് കൊടുക്കും. ഓക്കെ, 3 ടെലിഫോൺ നമ്പേഴ്സ് ആണ് നമുക്ക് എഴുതുന്നുണ്ടെങ്കിൽ റോ സ്പാൻ ഈക്വൽ ടു 3 എന്ന് കൊടുക്കും. അത് ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ റോ അവിടെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ റോയെ സംബന്ധിച്ച് എന്ത് മാത്രം പറഞ്ഞാൽ മതി? മൂന്നാമത്തെ റോയിൽ എന്തില്ല? ആദ്യത്തെ സെല്ലില്ല. ആദ്യത്തെ സെല്ല് ഓൾറെഡി ആരെടുത്തു? രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ സെല്ല് അതിനെ സ്പാൻ ചെയ്ത് എടുത്തു അല്ലേ? ഈ പറഞ്ഞ രണ്ടാമത്തെ നെയിം എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ സെൽ നമ്മളിവിടെ കണ്ടു. രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ സെല്ലാണ് TH ടെലിഫോൺ എന്നുള്ളത്. അത് എന്ത് ചെയ്തു? റോ സ്പാൻ ചെയ്ത് 2. അപ്പോൾ അടുത്ത റോയിലത്തെ ആദ്യത്തെ സെല്ലും കൂടി അതെടുത്തു. അപ്പോൾ മൂന്നാമത്തെ റോ പറയുമ്പോൾ നമ്മൾ എന്ത് മാത്രം പറഞ്ഞാൽ മതി? ഈ പറഞ്ഞ TD മാത്രം, ഈ ഡാറ്റ മാത്രം പറഞ്ഞാൽ മതി. അതാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ റോയിൽ ഒറ്റൊരു TD മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതുപോലുള്ള ടേബിളുകൾ തന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐഡിയ മനസ്സിലെപ്പോഴും വരണം. ആദ്യം ഇപ്പോൾ 2 റോ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ റോയിൽ തന്നെ റോ സ്പാൻ പറയണം അല്ലേ? ഇവിടെ രണ്ടാമത്തെ മൂന്നാമത്താണ് സ്പാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ റോയിൽ തന്നെ എന്ത് പറഞ്ഞു? റോ സ്പാൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ റോയിൽ എന്ത്? ഒരു സെല്ല് കുറയും. മൂന്നാമത്തെ റോയിൽ ഒരു സെല്ല് കുറയും. കാരണം എന്താണ്? ആ സെല്ലും കൂടി ആരെടുത്തു? രണ്ടാമത്തെ റോയിലേക്ക് എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ റോയിൽ 2 കോളം ഇല്ല, ഒരു കോളത്തിൻ്റെ ഡാറ്റ മാത്രമേ കൊടുക്കാനുള്ളൂ. അതുപോലെ തന്നെ കോളം സ്പാൻ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? റോ സ്പാൻ പോലെ തന്നെ കോളം സ്പാൻ കണ്ടപ്പോൾ എന്തായിരുന്നു? കോളം സ്പാനിൽ ആദ്യത്തെ റോയിൽ 2 സെല്ലേ ഉള്ളൂ. 2 സെല്ല് വരാൻ കാര്യം എന്താ? രണ്ടാമത്തെ സെല്ല് 2 കോളം സ്പാൻ ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ ടെലിഫോൺ എന്നുള്ളത് കോൾ സ്പാൻ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ എന്ത് പറ്റും? ആദ്യത്തെ റോ നോക്കിയാൽ നമുക്ക് 2 ഡാറ്റ കാണുള്ളൂ. TH ഒരു TD, 2 TH. ഓക്കെ, കണ്ടു. പക്ഷെ അതിൻ്റെ താഴെയുള്ള റോയിൽ, തൊട്ട് താഴെയുള്ള റോയിൽ 3 വാല്യൂസ് വരുന്നു, 3 കോളം വരുന്നു. അതെന്തുകൊണ്ടാണ്? ആദ്യത്തെ റോയിൽ രണ്ടാമത്തെ സെല്ല് 2 കോളം കൂടി ചേർത്തിട്ടാണ് വരിക. അപ്പോൾ ആ 2 കോളത്തിനുള്ള വാല്യൂ കൂടി നമ്മൾ രണ്ടാമത്തെ റോയിൽ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ശ്രദ്ധ, ഈ ഒരു മനസ്സിൽ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ വരണം. ഇതുപോലുള്ള ടേബിളുകൾ തന്നിട്ട് നമ്മൾ സൈക്കിളിലുണ്ടത് തന്നിട്ട് ചെയ്യാൻ പറയുന്നത്. ചില ഭാഗത്ത് റോ സ്പാൻ ആയിരിക്കും, ചില ഭാഗത്ത് കോളം സ്പാൻ ആയിരിക്കും. അപ്പോൾ എപ്പോഴും മനസ്സിൽ വേണം ഈ റോയിൽ എത്ര TH അല്ലെങ്കിൽ TD പറയണം, അതിൽ ഏതാണ് കോൾ സ്പാൻ, ഏതാണ് റോ സ്പാൻ. അടുത്ത റോ പറയുമ്പോൾ എങ്ങനെയാണ്? കോളംസിൻ്റെ എണ്ണം എത്ര വരും? ഈ കോളം അതിലേക്ക് എടുത്തു പോയല്ലോ, അപ്പോൾ ഇവിടെ ഒന്ന് കുറയും. അല്ലെങ്കിൽ ഈ റോ മറ്റേലേക്ക് എടുത്തു പോയല്ലോ, അപ്പോൾ ഇവിടെ ഒരു കോളം കുറയും. അപ്പോൾ ഉള്ളത് മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഈ ഐഡിയ നിങ്ങളിത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് വീണ്ടും പറയാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ റോയിൽ 2 ആയിട്ടേ ഉള്ളൂ. രണ്ടാമത്തെ എന്ത് ചെയ്തു? കോൾ സ്പാൻ ഈക്വൽ ടു 2. അപ്പോൾ തന്നെ മനസ്സിലാക്കുക ആദ്യത്തെ റോയിൽ ശരിക്കും 3 കോളം ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ സെല്ല് കോളം നമ്പർ 2ഉം കോളം നമ്പർ 3ഉം സ്പാൻ ചെയ്ത് കിടക്കുന്നു. 2 കൂടി ചേർന്നതാണ്. അപ്പോൾ അടുത്ത ഇനിയുള്ള റോസിലൊക്കെ എന്ത് വരാം? 3 കോളംസ് വരണം. സ്പാൻ ചെയ്തില്ലെങ്കിൽ, അടുത്തത് കോളം സ്പാൻ ചെയ്തില്ലെങ്കിൽ 3 കോളംസ് വരാം. അപ്പോൾ ഇവിടെ 3 സ്പാൻ ചെയ്യാത്ത 3 കോളം ഡാറ്റ ഉണ്ട്. TD അത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിച്ചത് കോൾ സ്പാൻ എന്നുള്ള ആട്രിബ്യൂട്ട്. ഇത് CSS ആയിട്ട് ബന്ധമില്ല. CSS ആണെങ്കിൽ എന്ത് പറയും? സ്റ്റൈൽ എന്നുള്ള ആട്രിബ്യൂട്ടിലേ പറയുള്ളൂ. ഇത് ഡയറക്റ്റ് നമ്മളൊരു ആട്രിബ്യൂട്ടാണ് കോൾ സ്പാൻ. ആ വ്യത്യാസം എപ്പോഴും മനസ്സിൽ വേണം. ഓക്കെ, അടുത്തത് നമ്മൾ നേരത്തെ കണ്ടു മെനി റോസിൽ സ്പാൻ ചെയ്ത് കിടക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഇവിടെ രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ സെല്ല് രണ്ടാമത്തെ റോയും മൂന്നാമത്തെ റോയും സ്പാൻ ചെയ്തു. അപ്പോൾ റോ സ്പാൻ ആണ്. അപ്പോൾ റോ സ്പാൻ ആ സെല്ല് എഴുതുമ്പോൾ ആദ്യത്തെ റോയിൽ 2 ഐറ്റംസ് ഉണ്ട്, ഒരു THഉം ഒരു TD ഉണ്ട്. രണ്ടാമത്തെ റോയിലും എന്താണ്? 2 ഐറ്റംസ് ഉണ്ട്. പക്ഷെ അതിൽ ആദ്യത്തത് TH എന്താണ്? 2 റോ സ്പാൻ ചെയ്തു. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ റോയിൽ എന്ത് പറ്റി? 2 ഐറ്റത്തിന് പകരം 1 ഐറ്റേ വരുള്ളൂ. കാരണം ആദ്യത്തെ സെല്ല് ഓൾറെഡി ഓക്യുപ്പൈ ചെയ്തു. രണ്ടാമത്തെ സെല്ലിൻ്റെ ഡാറ്റ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഈ ഒരു സംഭവം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ അടുത്ത എക്സ്പെരിമെൻറ്റ് അതിൽ സൈക്കിളിൽ തന്നിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഇനി ക്യാപ്ഷൻ ടേബിളിൽ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ടേബിളിൻ്റെ മേളിൽ നമുക്കൊരു എന്തിനെക്കുറിച്ചുള്ള ടേബിളാണെന്നുള്ളൊരു ഹെഡിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മന്ത്ലി സേവിങ്സ് അല്ലേ? ഈ ടേബിൾ എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മന്ത് സേവിങ്സ്, ജനുവരിയിൽ $100 ചിലവായി, ഫെബ്രുവരിയിൽ $50 ചിലവായി. ഇത് എന്തിനെക്കുറിച്ചുള്ള ടേബിളാണെന്നുള്ള ഹെഡിങ് ആണ്. അതിനെയാണ് നമ്മൾ ക്യാപ്ഷൻ എന്ന് പറയുക. ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല. ടേബിൾ എന്നുള്ള ആ ഒരു ടാഗ് കഴിഞ്ഞാൽ അടുത്ത ടാഗായിട്ട് കൊടുക്കുക ക്യാപ്ഷൻ എന്നുള്ള എലമെൻറ്റ്. ക്യാപ്ഷൻ ഏതാണ് അതിൻ്റെ കണ്ടന്റ് /caption എന്ന് കൊടുത്താൽ അത് ആ ടേബിളിൻ്റെ മിഡിലിൽ വരും.
ടേബിൾ ഇപ്പോൾ 100% ആയതുകൊണ്ട് പേജിൻ്റെ മിഡിലിൽ ഇത് വരും. ടേബിൾ നമ്മൾ 50% ആക്കിയാൽ മന്ത്ലി സേവിങ്സ് എന്നുള്ള ക്യാപ്ഷൻ ഇങ്ങോട്ട് വന്നു. ടേബിളിൻ്റെ മിഡിലായിട്ട് ടേബിൾ തുടങ്ങുന്നതിനും ഫസ്റ്റത്തെ റോ തുടങ്ങുന്നതിൻ്റെ മേളിലായിട്ട് അത് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഈ മന്ത്ലി സേവിങ്സ് എന്നുള്ളത് നമുക്ക് ബോൾഡായിട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. B/B. ഓക്കെ, അപ്പോൾ മന്ത്ലി സേവിങ്സ് എന്നുള്ള ക്യാപ്ഷൻ ബോൾഡായിട്ട് വന്നു. ബൈ ഡിഫോൾട്ട് ബോൾഡ് ആവില്ല. അപ്പോൾ നമുക്ക് കാണാൻ ഒരു അഭംഗി ഉണ്ടെങ്കിൽ ക്യാപ്ഷൻ എന്ന് പറഞ്ഞ് തുടങ്ങുക, അതിൻ്റെ അകത്ത് എന്താ പറയുക, നെസ്റ്റ് ചെയ്ത് എന്ത് കൊടുക്കുക, ബോൾഡ് എന്നുള്ളത് അത് ബോൾഡാക്കാനുള്ള ഇത് കൊടുക്കുക. ഇത്രയുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് തനിയെ പരീക്ഷിക്കാവുന്ന കാര്യം ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് പഠിച്ചത് ക്യാപ്ഷൻ എന്നുള്ള ടാഗാണ്. ടേബിൾ എന്നുള്ള ടാഗ്, ടേബിൾ തുടങ്ങിയത് ടേബിളിലാണ് ക്യാപ്ഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടേബിൾ എന്നുള്ള ടാഗ് തുടങ്ങിയിട്ട് ആദ്യത്തെ റോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പറയുക caption/caption. അതിൻ്റെ അകത്ത് എന്താണ് കണ്ടന്റ്. ഇപ്പോൾ റെയിൽവേ ടൈം ടേബിൾ ആണ് നിങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു ടേബിൾ എങ്കിൽ മുകളിൽ ട്രെയിൻ ടൈമിങ്സ് എന്നോ റെയിൽവേ ടൈം ടേബിളിനോ ഒരു ക്യാപ്ഷൻ കൊടുക്കേണ്ടി വരും. അത് ഈ രീതിയിലാണ് കൊടുക്കുക, അത് മനസ്സിലാക്കുക. ഓക്കെ, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇനി ഏതെങ്കിലും ഒരു ടേബിളിന് മാത്രം നമുക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. നമ്മൾ അവിടെ CSS പഠിച്ച കാര്യമാണ്. ഒരു ടേബിളിന് ID അല്ലേ, ID സെലക്ടർ പഠിച്ചല്ലോ. ഈ ടേബിളിൽ ഒരു ID വെച്ചു. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ 2 ടേബിളുണ്ട്. രണ്ടാമത്തെ ടേബിളിൽ മാത്രം ഒരു വ്യത്യാസം വന്നു. എന്തുകൊണ്ടാണ്? നോർമലി എല്ലാ ടേബിൾ TH-TD-ക്കൊക്കെ ഒരു ബോർഡർ പറഞ്ഞു, ബോർഡർ കൊളാപ്സ് ചെയ്തു. TH-TD-ക്ക് മാത്രമായിട്ട് എന്ത് പറഞ്ഞു, സെൽഫ് പാഡിങ്ങും ടെക്സ്റ്റ് അലൈൻമെന്റ് ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ #T01 ഹാഷ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ID സെലക്ടറാണ്. T01 എന്ന ID ഉള്ള എലമെന്റിന് മാത്രം വിട്ട് 100% ബാക്ക്ഗ്രൗണ്ട് കളർ. ഈ ഒരു കളർ പറയുന്ന ഒരു മെത്തേഡാണിത്. കളർ നമുക്ക് പല രീതിയിൽ കളറിന്റെ പേര് പറയാം. ഇത് RGB എന്നുള്ളതാണ്, റെഡ് ഗ്രീൻ ബ്ലൂ. ഓരോന്നിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. ഈ റെഡിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ F1, അതായത് 255 മാക്സിമം. FF എന്നുള്ളതാണ് മാക്സിമം, അതായത് ഫുൾ റെഡ്. അടുത്തത് ഗ്രീൻ. അപ്പോൾ F1 എന്ന് പറഞ്ഞാൽ ഫുൾ റെഡിന്റെ ഫുൾ ഇത് എഫക്റ്റ് വേണ്ട, F1 വരെ മതി. അടുത്തതും ഗ്രീനും F1, മറ്റേത് C1. ഓക്കെ, ഇത് ഫുൾ FF കൊടുത്താൽ എന്താന്നുള്ളത് നിങ്ങൾ നോക്കുക. FF, അതായത് എല്ലാം ഫുള്ള്. RF അല്ലേ ഉള്ളൂ, എല്ലാം ഫുള്ള് കൊടുത്താൽ എന്ത് പറ്റും? എല്ലാം RGB, എല്ലാ കളർ ഫുള്ള് വന്നാൽ ഏത് കളറാണ് നമുക്ക് കിട്ടുക? വൈറ്റ് ആണ്. ഓക്കെ, ഇനി എല്ലാം 0, റെഡും ഗ്രീനും ബ്ലൂ ഒന്നുമില്ല, ഒരു കളറും ഇല്ല എന്ന് വിചാരിക്കുക. കൊടുത്താൽ എന്താവും? ആ ടേബിൾ ഫുൾ ബ്ലാക്കായി. ബ്ലാക്കിൽ ബ്ലാക്ക് കൊണ്ട് എഴുതിയിട്ടുണ്ട് ഡാറ്റ, നമുക്ക് കാണുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമ്മൾ ബ്ലാക്ക് ആക്കിയത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ കളർ പറയുന്ന വേറൊരു രീതി. റെഡിന്റെയും റെഡ് ഗ്രീൻ ബ്ലൂ RGB പറയുന്ന അതിന്റെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ വരുന്നതനുസരിച്ച് പല കളർ നമുക്ക് കിട്ടും. ഇവിടെ ഈ ഒരു കളർ കിട്ടാനായിട്ട് F1 C1 എന്നുള്ള വാല്യൂ കൊടുത്തു മാത്രം. ഓക്കെ, അത് എന്തിനു മാത്രം ബാധകമാണ്? #T01. അപ്പോൾ അത് T01 ആദ്യത്തെ ടേബിളിൽ ID ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ, ഒരു സ്റ്റൈൽ 100% മാത്രമേ കൊടുത്തുള്ളൂ. ആ ടേബിള് കഴിഞ്ഞു, ഒരു ബ്രേക്ക് BR ഇട്ടു, ഒരു സ്പേസ് വരാൻ വേണ്ടി. ഈ ഒരു സ്പേസ് വരാൻ വേണ്ടിയാണ് അത് ഇട്ടത്. അടുത്ത ടേബിളിന് ID കൊടുത്തു T01. ഇവിടെ ID കൊടുക്കുമ്പോൾ ഹാഷ് ഇല്ല, ശ്രദ്ധിക്കണം. ID കൊടുക്കുമ്പോൾ ID-യുടെ കൂടെ ഹാഷ് ഒന്നുമില്ല, T01 ആണ് ID. പക്ഷെ അത് CSS-ൽ ഇന്ന ID ഉള്ളത് ID ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഹാഷ്. ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ക്ലാസ് നെയിം ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ T01 എന്ന ID ഉള്ള ടേബിളിന് മാത്രം ഈ കളർ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ അതുകൊണ്ട് അതിന് മാത്രം കളർ വന്നു, മറ്റേതിനെ കളർ വന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോന്നായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ തൽക്കാലം നിങ്ങൾ പഠിക്കുക, CSS അപ്ലൈ ചെയ്യുന്നത്. ഇനിയും കുറച്ചുകൂടെ ടേബിളിൽ അപ്ലൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അതും കൂടി ഉള്ളു. ഓക്കെ, അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇത് ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രണ്ടാമത്തെ ടേബിളിൽ നോക്കി, ഹെഡിങ്ങിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും ഫോർഗ്രൗണ്ട് കളറും ഉണ്ട്. ഇനി ഓരോ റോ ഇടവിട്ട് കളർ വേറെ, ഇങ്ങനെയുള്ള ടേബിൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ.
ഒരു റോയിൽ ഒരു ആഷ് കളർ, അടുത്തത് വൈറ്റ്, വീണ്ടും ആഷ് കളർ, പിന്നെയും വൈറ്റ്, അങ്ങനെ വരും. അപ്പം ഇത് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. അതെല്ലാം നമ്മൾ ഓരോ റോയും എടുത്തിട്ട് സെപ്പറേറ്റ് ഇൻലൈനായിട്ട് കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഓരോന്നിനും ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഇന്നതാന്ന് പറയാൻ പറ്റില്ല. അപ്പം അതിനൊരു എളുപ്പ വഴിയുള്ളത് എന്താണെന്ന് വെച്ചാൽ #T01, അതായത് T01 ID ഉള്ള ടേബിളിൽ ഇനി അതിൽ എവിടെ മാത്രം ബാധകം? TR, ടേബിൾ റോ. പക്ഷെ TR എല്ലാ റോയ്ക്കും ബാധകമല്ല. TRന് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ പറയുന്നത് ഒരു കോളം ഇട്ടിട്ടാണ്. കോളൻ ഇടുക, TR കോളൻ nth ചൈൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഫംഗ്ഷൻ പോലെയാണ്. nth ചൈൽഡ് ഈവൻ, എല്ലാ ഈവൻ നമ്പേർഡ് റോസിലും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് ഫസ്റ്റ് റോ എന്താണ്? 0th റോ ആണെങ്കിൽ ഇത് 1 ആണ് അല്ലെ. അല്ലെങ്കിൽ ഫസ്റ്റ് റോ നമ്പർ 1 ആണെങ്കിൽ ഇത് 2, ഇത് 3, ഇത് 4 അല്ലെ. അങ്ങനെയാണ് പോകുക. അപ്പൊ ഈവൻ നമ്പേർഡ് റോസ് ഏതൊക്കെയാണ്? ഇത് 2 രണ്ടാമത്തെ റോ, ഇത് 4ാമത്തെ റോ അല്ലെ. ഈ രണ്ട് ഈവൻ നമ്പേർഡ് റോസിലും ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ്? E, അതായത് 0E, 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 റെഡ്, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ മനസ്സിലാക്കാം. 6 ഡിജിറ്റ് നേരത്തെ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. 0E, 0 ഹെക്സാഡെസിമൽ ആണ്. ഓക്കെ. അതേപോലെ തന്നെ #T01 TR, nth ചൈൽഡ് എന്താണ്? nth ചൈൽഡ് ഓഡ് നമ്പേർഡ് റോസിൽ, അതായത് TRന്റെ ടേബിൾ റോയുടെ nth ചൈൽഡ്. ആ വാക്കുകൾ, ആ ഫംഗ്ഷൻ അങ്ങനെ തന്നെ പഠിക്കാം. nth ചൈൽഡ് ബ്രാക്കറ്റിനകത്ത് ഈവൻ ആണോ ഓഡാണോ? ഈവൻ ആണെങ്കിൽ ഈവൻ നമ്പേർഡ് റോസിൽ ആപ്ലിക്കബിൾ ആകും, അല്ലെങ്കിൽ ഓഡ് ആണെങ്കിൽ ഓഡ് നമ്പേർഡ് റോസിൽ ആപ്ലിക്കബിൾ. ഓഡ് നമ്പേർഡ് റോസിൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താ? FF എന്താണ്? വൈറ്റ് അല്ലേ. ഫുൾ F കൊടുത്തു കഴിഞ്ഞാൽ അത് വൈറ്റ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു കളറിൽ വരുന്നത്, ബാക്ക്ഗ്രൗണ്ട് കളർ. ഇനി പക്ഷേ ഹെഡിങ് എന്താണ്? ഓഡ് നമ്പേർഡ് റോ ആണ്. അതിലെന്ത് വന്നില്ല? ഈ പറഞ്ഞ വൈറ്റ് വന്നില്ല. അതിന് കാരണം എന്താ? അതും കഴിഞ്ഞ അവസാനം പറഞ്ഞിരിക്കുന്നത് അല്ലേ. സ്റ്റൈൽ എപ്പോഴും എന്താ പറഞ്ഞത്? ഏറ്റവും അവസാനം വരുന്നതായിരിക്കും ആപ്ലിക്കബിൾ. അപ്പോൾ അതും കഴിഞ്ഞ് T01 THന് ഒരു കളർ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ്? ഇത് TH ആണല്ലോ. TRലാണെങ്കിലും ഓരോ എലമെന്റും എന്താണ്? TH ആണ്. THന് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്കും, ഫോർഗ്രൗണ്ട് കളർ അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ കളർ എന്ന് മാത്രം എഴുതാം. ടെക്സ്റ്റിന്റെ കളർ അത് വൈറ്റുമാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ടേബിളുകൾ ഭംഗിയാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാമോ അതൊക്കെ ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും ഓരോന്നിനും എഫക്റ്റീവ്. ഇപ്പൊ ഇവിടെ THന് ഏറ്റവും അവസാനം പറഞ്ഞു. ഇത് ആദ്യം ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ nth റോ ഈവൻ അല്ലെങ്കിൽ ഓഡ് എന്നുള്ളതിൽ അത് പെട്ട് അതിന്റെ കളർ അങ്ങനെ ആയി പോയാലേ. ഓക്കെ. അതുകൊണ്ടാണ് അത് അവസാനം പറയുന്നത്. ഹെഡിങ്ങിന് ഈ കളർ മതി. അത് ഓടായാലും ഇവനായാലും അങ്ങനെ ഇരുന്നോട്ടെ. ഓഡ് നമ്പേർഡ് റോ ആണ്. പക്ഷെ ഓഡ് നമ്പേർഡ് റോയുടെ സാധാരണ സ്റ്റൈൽ അതിൽ വരണ്ട. അത് ഹെഡിങ് ആയതുകൊണ്ട് THന് വേറെ സ്റ്റൈൽ വന്നാൽ മതി. ഇത് നമുക്ക് എടുത്ത് ആദ്യം ഒന്ന് ഇട്ട് നോക്കാം, എങ്ങനെയാവും നോക്കാം. Ctrl+X കട്ട് ചെയ്തിട്ട് ഈ രണ്ട് കണ്ടീഷനും പറയുന്നതിന് മുമ്പ് പറഞ്ഞു. ഇവിടെ ഒരു ബ്രാക്കറ്റ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടാകും. Ctrl+Z ആയിപ്പോയി. ഒരു സെക്കൻഡ്. ഇതാണ് അതിൻ്റെ നോർമൽ കോഡ്. നോർമൽ കോഡിനകത്ത് #T01 TH. ഓക്കെ. ഇവിടെ അത് ചേഞ്ച് വരായിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിവിടെ പറഞ്ഞത് TRനാണ് അല്ലെ. ഇവിടെ TH എലമെന്റ് വ്യത്യാസമുണ്ട്. ഇതും TR ആയിരുന്നെങ്കിലാണ് ഈ പ്രശ്നം. ഞാൻ പറഞ്ഞ ഓർഡറിനനുസരിച്ച് ഏറ്റവും അവസാനം വരുന്ന ഓർഡർ ഇതിലേക്ക് അത് പോയാണ്. പക്ഷെ TH ആയതുകൊണ്ട് എവിടെ വെച്ചാലും വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത് THും ഇവിടെ പറയുന്നത് റോയ്ക്കുള്ള സ്റ്റൈലുമാണ്. ഓക്കെ. അപ്പൊ അതിനനുസരിച്ച് അത് എവിടെ ആയാലും അവസാനം വരുന്ന TRന് ഏതാണോ അവസാനം വരുന്നത് അതായിരിക്കും കൊടുക്കുക. ഇവിടെ TR ഈവൻ നമ്പേർഡ് റോസിന് nth ചൈൽഡ് ഓഫ് ഈവൻ ഈ കളറും, ഓഡ് നമ്പേർഡ് റോസ് nth ചൈൽഡ് അത് പറയുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. #T01 എല്ലാ ടേബിളിന്റെ TRലും അത് ബാധകമാവാൻ പാടില്ല. T01 എന്ന ID ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ്, ഇവിടെ പറഞ്ഞ ഓഡ് നമ്പർ ഈവൻ നമ്പർ ഒന്നും വ്യത്യാസം വന്നില്ല. ഇതിന് മാത്രമേ T01 കൊടുത്തിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ T01 എന്ന് പറഞ്ഞ ടേബിളിൽ മാത്രം എന്ത് റോ TR, വെറുതെ എല്ലാ റോ അല്ല, എന്താണ് nth ചൈൽഡ് ഓഫ് ഈവൻ നമ്പേർഡ് റോസിൽ ബാക്ക്ഗ്രൗണ്ട് കളർ EE ആണ്. #EE. ഈ വാല്യൂ കൊടുക്കുന്നിടത്ത് # ഇടുന്നത് നമ്പർ എന്നുള്ള മീനിങ്ങിലാണ്.
ഓക്കെ, RGB മെത്തേഡിൽ കളർ സ്പെസിഫൈ ചെയ്യണം. അത് CSS കളർ എന്നുള്ള സെക്ഷൻ പഠിക്കുമ്പോൾ കളർ എങ്ങനെയൊക്കെ സ്പെസിഫൈ ചെയ്യാന്നുള്ള പറയും. അത് നമ്മൾ ഇനിയിപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ പോയിട്ട് അത് പറയുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. അടുത്ത TR. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഈ ഒരു പറയുന്ന രീതി അറിഞ്ഞിരിക്കണം. ആദ്യം ID പറഞ്ഞു, ഏത് ടേബിളിൽ, ഇന്ന ടേബിളിൽ മാത്രം, അതിലെ റോ, ഏത് റോ മാത്രം, nth ചൈൽഡോ, ഇവിടെ ഇവൻ, ഇവിടെ ഓട്. ഓക്കെ, അവിടെ മാത്രം ആക്കും. രണ്ടിനും 2 കളർ കൊടുക്കുക, അത് വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുകയാണ്. എന്തൊക്കെ പഠിച്ചു എന്നുള്ള ഇവിടെ സമ്മറി കൊടുത്തിട്ടുണ്ട്. ടേബിൾ എന്ന് പറഞ്ഞ ടാഗ്, റോ സ്പെസിഫൈ ചെയ്യാൻ TR, ഡാറ്റയ്ക്ക് TD, ഹെഡിങ് ആണെങ്കിൽ TH, ക്യാപ്ഷൻ, ടേബിളിൻ്റെ ഏറ്റവും മുകളിൽ ഹെഡിങ് പോലെ കാണിക്കണമെങ്കിൽ ക്യാപ്ഷൻ, ബോർഡർ, ടേബിളിൻ്റെ ഓരോ സെല്ലിനും ബോർഡർ കൊടുക്കാനായിട്ടുള്ളത്. ഇതെന്താണ് ബോർഡർ? വെറുതെ ബോർഡർ എന്ന് പറഞ്ഞാൽ അത് ആട്രിബ്യൂട്ടാണ്. മറ്റതിൽ CSSന്റെ സ്റ്റൈലായിട്ട് നമുക്ക് ബോർഡർ, അത് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. ബോർഡർ കൊളാപ്സ് എന്താണ്? രണ്ട് അടുത്തുള്ള സെല്ലുകളുടെ ബോർഡറുകൾ തമ്മിൽ ഒന്നാക്കുക. പാഡിങ്, സെല്ലിനകത്ത് ബോർഡർ ചെയ്യുന്ന കണ്ടന്റിനുള്ള അകലം. ടെക്സ്റ്റ് അലൈൻ, സെല്ലിനകത്ത് ടെക്സ്റ്റ് ഏത് ലെഫ്റ്റിലാണോ സെൻട്രലാണോ റൈറ്റിലാണോ. ബോർഡർ സ്പേസിങ്, അടുത്തടുത്തുള്ള 2 സെല്ലുകൾ തമ്മിലുള്ള ബോർഡർ തമ്മിലുള്ള അകലം. കോൾ സ്പാൻ, ഒരു സെല്ല് 2 കോളംസ് സ്പാൻ ചെയ്യുന്ന അല്ലെങ്കിൽ 3 കോളംസ് സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ സ്പാൻ ഈക്വൽ ടു ആ വാല്യൂ 2 or 3 എന്ന് കൊടുക്കും. റോ സ്പാൻ, അതുപോലെ തന്നെ ഒരു സെല്ല് ഈ റോയും അതിൻ്റെ അടുത്ത റോയും അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള 2 റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 3 റോ സ്പാൻ ചെയ്യുന്നെങ്കിൽ റോ സ്പാൻ ഈക്വൽ ടു 3 കൊടുക്കും അല്ലെങ്കിൽ 2 കൊടുക്കും. ഈ ID ആട്രിബ്യൂട്ട് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അത് ടേബിളിൻ്റെ മാത്രം പ്രത്യേകതയൊന്നുമല്ല, ഏത് എലമെൻറ്റിനും നമുക്ക് ID കൊടുക്കാം. സെലക്റ്റീവായിട്ട് സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ID കൊടുത്തത്. T0 ID കൊടുത്തതിൻ്റെ കണ്ടു. ഓക്കെ, അപ്പോൾ ടേബിൾ എന്നുള്ള ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇത് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, നോട്ട് കൃത്യമായിട്ട് എഴുതുക. ഇത് ഉപയോഗിച്ചുകൊണ്ട് ലാബിൻ്റെ എക്സസൈസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ലാബിൽ, അതുകൊണ്ടാണ് ഞാൻ ലാബിന് വേറെ സെക്ഷൻ വേണ്ട, നമുക്ക് ഇതുവഴി തന്നെ പോവാം. അപ്പോൾ നിങ്ങളത് എഗ്രി ചെയ്തു, അതായിരിക്കും നല്ലത്. നമ്മൾ ഇതിൽ പഠിച്ച കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ തിയറിയും നമുക്ക് കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടും, പ്രാക്ടിക്കലിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, നോട്ടുകൾ കൃത്യമായിട്ട് എഴുതുക. എക്സസൈസ് അതിൻ്റെ അകത്തുണ്ട്, അത് ഓരോന്നും നിങ്ങൾ ചെയ്തു നോക്കുക. അത് വന്നിട്ട് അതിൻ്റെ ബുക്കിലേക്ക് എഴുതി വെക്കുക. ചിലപ്പോൾ ഞാൻ ടെസ്റ്റ് പേപ്പറിന് നിങ്ങൾക്ക് ഇതുപോലെ എക്സസൈസ് വല്ലതും തന്നിട്ടായിരിക്കും ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സസൈസൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. ടെസ്റ്റ് പേപ്പർ നടത്തുമ്പോഴുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും എന്ന് പറഞ്ഞാൽ നോർമലി മനുഷ്യൻ ഉറങ്ങാതെ ഇരിക്കുന്ന ഏത് സമയത്തും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ വാട്സാപ്പ് വഴി ചോദിക്കാം, ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ റിപ്ലൈ ചെയ്യാം. എനിക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം. എല്ലാം അറിയുന്ന ആളാണ് ഞാനൊന്നും ഞാൻ പറയില്ല, ഒരാളും അങ്ങനെ പറയാനും പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.